വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലായതോടെ തിരുവനന്തപുരം കിളിമാനൂരിൽ 14 കുടുംബങ്ങളാണ് ദുരിതത്തിലുള്ളത്. കുഴിവിള ഇരപ്പിൽ നഗറിൽ താമസിക്കുന്നവരാണ് ദുരവസ്ഥയിലുള്ളത്. ടാർപോളിയിൽ പൊതിഞ്ഞ ഷെഡുകളാണ് പലരുടെയും വീടെന്ന് പറയുന്നത്. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടും ഇവർക്ക് വീട് കിട്ടിയിട്ടില്ല. ജനുവരിയിൽ റവന്യൂ ഭൂമിയിൽ കുടിൽ കെട്ടി ഇവർ സമരം ചെയ്തിരുന്നു. LDF ഭരിക്കുന്ന പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിലെ മഹാദേവേശ്വരം വാർഡിലാണ് ഈ സ്ഥലം. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് താമസക്കാരുടെ ആരോപണം. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ കിളിമാനൂരിൽ നിന്ന് തന്നെ നേരത്തെ SC/ST ഫണ്ട് തട്ടിപ്പ് എങ്ങനെയാണ് പാവങ്ങൾ കുഴപ്പത്തിലായത് എന്നുള്ള കാഴ്ച നമ്മൾ കാണിച്ചു കൊടുത്താണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള മറ്റൊരു കാഴ്ചയാണല്ലോ ഇപ്പോൾ കാണുന്നത്. എത്ര കുടുംബങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു? സ്മൃതി, ഞാൻ നിൽക്കുന്നത് ഈ പഴയ കുന്നുമേൽ മഹാദേവേശ്വരം വാർഡിലാണ്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുന്നിൻ്റെ ഒരു പകുതിയോളം വരുന്ന സ്ഥലത്താണ്. കാരണം അത്രയും ദൂരം നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രധാനമായും ഇവിടെ നടക്കാൻ പോലും ഒരു ഗതാഗത സൗകര്യം പോലും ഇല്ലാതെ ഒരു രോഗിക്ക് വയ്യാതായാൽ പോലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പാതയുള്ളത്. കഴിഞ്ഞ 2019 പ്രളയകാലത്ത് ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായ ഒരു സ്ഥലമാണ്. നിലവിൽ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. 14 കുടുംബങ്ങളാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു ഭീഷണിയോടുകൂടി കഴിയുന്നത്. ഇത്തരത്തിൽ ഈ 14 കുടുംബങ്ങളിൽ പല വീടുകളും ടാർപോളിൻ പൊതിഞ്ഞ് ഷെഡുകളായി കഴിയുന്ന വീടുകളുണ്ട്, ഓടിട്ട വീടുകളുണ്ട്. ഓടിട്ട വീടുകളൊക്കെയും പലതും നശിച്ച് ഇപ്പോൾ വെള്ളം ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ ടാർപോളിൻ വിരിച്ച് ആ ടാർപോളിൻ പോലും ദ്രവിച്ചു പോയ ഒരവസ്ഥയിലാണ് കഴിയുന്നത് ഈ കുടുംബങ്ങൾ. നിലവിൽ ഈ കിളിമാനൂർ ബ്ലോക്കിലാണ്. ഇവിടുത്തെ പാതയാണ് ഏറ്റവും ദൈർഘ്യം. കാരണം ഇവിടത്തേക്ക് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ വളരെയധികം പ്രയാസമുണ്ട് ആളുകൾക്ക്. കാരണം കൃത്യമായിട്ട് വരാനായിട്ടുള്ള ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ളൊരു പാത ഇതുവരെയും അനുവദിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തിന് മുൻപ് തന്നെ അനുവദിച്ച് കിട്ടിയ വീടുകളാണ് പലതും. അതിൽ ആ വീടുകളെല്ലാം ഇപ്പോൾ തന്നെ ബലക്ഷയം സംഭവിച്ച് പലതും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുകയാണ്. ഇതിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് കയറി ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പല കുട്ടികളും ഇവിടെ നിന്നും പല ആൾക്കാരുമൊക്കെയും മാറി താമസിക്കുന്നു. കാരണം അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വാടക വീടുകളിൽ പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. ഇവിടുത്തെ പാതയാണ് ഏറ്റവും ദൈർഘ്യമേറിയത്. കാരണം ഈ കുന്നിന്മേൽ ഇത്രയും വീടുകൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഈ ഒരു പാതയിലൂടെയാണോ കേരളത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ളത് വളരെ അത്ഭുതം തോന്നും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വളരെയധികം വിഷമത്തിലാണ് കഴിയുന്നത്. പല ആൾക്കാരും ദുരിതത്തിൽ കഴിയുന്നു, പട്ടിണിയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അമ്മ, എത്ര നാളായി ഇവിടെ വന്നിട്ട് ഒരു 42 വർഷമായി ഇവിടെ താമസമായിട്ട്. എങ്ങനെയാണ് ഇത്രയും ഭയത്തോടുകൂടി എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെയെന്ന് വെച്ചാൽ ജീവിക്കാൻ വേറെ മണ്ണില്ല, പോകാൻ സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ട് ഇവിടെ മരിക്കുന്നെങ്കിൽ എല്ലാം ഒത്തു മരിക്കട്ടെ എന്ന് വിചാരിച്ച് കിടക്കുകയാണ്. അല്ലാതെ ഞങ്ങൾക്ക് വേറെ വസ്തുവൊന്നുമില്ല. ആകെ 2 സെൻറ്റ് 3 സെൻറ്റ്, ഇതിൽ കൂടുതൽ ആർക്കും ഇല്ല. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകണം? അവർ തരാമെന്ന് പറഞ്ഞതും തരുന്നില്ല. അവർ വീട് വെച്ച് വഴിയും വെള്ളവും തരാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ തരുന്നില്ല. ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. MLA വന്ന്, തഹസീൽദാർ വന്ന്, PW വന്ന്, പിന്നെ നിയോളജി വന്ന്, സകല ആളുകളും വന്ന് നോക്കിയിട്ട് ഇതിവിടെ ജീവിക്കത്തില്ല, മാറണമെന്ന് പറയുന്നു. പകരം മണ്ണും ഭൂമിയും വീടും ആവശ്യപ്പെട്ടു. പകരം മണ്ണും വീടും ആവശ്യപ്പെട്ടു. ഒരു വഴിയും വെള്ളവും വീടും കിട്ടിയാലേ ഇവിടെ നിന്ന് മാറുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തരാമെന്നും പറയുന്നു. പക്ഷേ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ അവിടെ വഴിയില്ല. പണ്ടേ വഴിയുള്ള പെരയുടെ ഉള്ളത്. വാടക വീട്ടിൽ പോലും കഴിയാൻ സാമ്പത്തികമില്ല. ഇപ്പോൾ വാടക വീട്ടിൽ 3 മാസമായി വാടക കൊടുത്തിട്ട് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? സ്മൃതി, ഈ അമ്മയുടെ വീട്ടിലേക്ക് പോകാം. ഈ അമ്മയുടെ വീട് മുഴുവൻ ഒരു ഷെഡിട്ട വീടാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, ശിവപ്രസാദ് കാണിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാലറിയാം സ്മൃതി, ഇതൊരു അടുക്കളയാണ് എന്നുള്ളതാണ് ഇവരുടെ. ഈ വീട്ടിൽ ഇപ്പോൾ അടുപ്പ് പുകയുന്നുണ്ടെങ്കിലും ഈ ഒരു ഇന്ന് വച്ചേക്കുന്നത് ഈ ഒരു ചോറ് മാത്രമാണ്. ഈ ചോറും കൊണ്ട് എത്ര കാലം ജീവിക്കാൻ, ഇത് സർക്കാർ കൊടുക്കുന്ന റേഷൻ കൊണ്ട് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഇവരൊക്കെ മനുഷ്യരല്ലേ എന്നുള്ളതാണ് പലപ്പോഴും സർക്കാരിനോടും പഞ്ചായത്തിനോടും ഒക്കെ അവർ നിരന്തരം ചോദിക്കുന്നത്. റേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതും ഒരു ഗ്യാസോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ കാട്ടിൽ നിന്നും, ഈ മലയോരത്തിൽ നിന്നും കിട്ടുന്ന ഈ വിറകുകളൊക്കെ ഇവർ ഇവിടെ നിന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ വിറകുകളാണ്. ഈ വിറകുകൾ കൊണ്ട് ഈ അടുപ്പെരിഞ്ഞ് എത്ര കാലം ഇവരുടെ മക്കളെ പോറ്റും? ഇത്തരത്തിൽ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിൽ പല മനുഷ്യന്മാരും ഇങ്ങനെ ജീവിക്കുകയാണ്. ഇവിടെ കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അടച്ചുറപ്പുള്ള ഒരു വീടില്ല. പലപ്പോഴും കുരങ്ങിൻ്റെ ശല്യം, ഈ ഒരു മലയോര മേഖല ആയതുകൊണ്ട് തന്നെ കുരങ്ങിൻ്റെയും കരടിയുടെയും ഒക്കെ ശല്യമുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷേ കൃത്യസമയത്ത് ജനങ്ങൾ ഇത്തരത്തിൽ പരാതിപ്പെട്ടിട്ടും ഈ പഞ്ചായത്തിൻ്റെ അധികൃതരോ അല്ലെങ്കിൽ സ്ഥലം MLAയുടെ ഭാഗത്തുനിന്നോ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അമ്മ ഇവിടെയാണോ കഴിയുന്നത്? തൊട്ട് താഴെ ഇരിക്കുകയാണ്.
മണ്ണിടിച്ചിലുണ്ടോ അവിടെയും? മണ്ണിടിച്ചിലുണ്ട്. ഈ കല്ലൊക്കെ മുകളിൽ നിന്ന് വന്ന കല്ലുകളാണല്ലേ ഈ കല്ല്? മുകളിൽ നിന്ന് ഇറങ്ങിയ കല്ലുകളാണ് അങ്ങ് വെച്ചന്മാരെ അന്ന് പറഞ്ഞിരിക്കുന്നത്. സ്മൃതി, 2019 പ്രളയം ബാധിച്ചപ്പോൾ മുകളിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഉരുണ്ടു വന്ന കല്ലുകളാണ് അമ്മ ഈ കാണിച്ചു തന്ന ഈ കല്ലുകൾ മുകളിൽ നിന്നും ഈ മലയോര മേഖലയിൽ നിന്നും അവിടെ നിന്നും മണ്ണിടിഞ്ഞു വന്നപ്പോൾ വന്ന കല്ലുകളാണ്. പക്ഷെ അന്നൊന്നും തന്നെ ആർക്കും അപകടമുണ്ടായില്ല. ഈ വർഷം ജനുവരിയിലാണ് ഇവിടുത്തെ ഈ 14 കുടുംബങ്ങളും തൊട്ടടുത്തുള്ള റവന്യൂ ഭൂമിയിൽ ചെന്ന് കുടിൽ കെട്ടി സമരം നടത്തി. സമരം കെട്ടിയപ്പോൾ റവന്യൂ ഭൂമി ആയതുകൊണ്ട് തന്നെ ആ കുടിൽ കെട്ടി സമരത്തെ 1 മാസം അവർ മുന്നോട്ട് പോയെങ്കിലും സർക്കാർ ആ സമരത്തെ അവസാനിപ്പിച്ച് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, നിങ്ങൾക്ക് മണ്ണും വീടും നൽകാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് ഇതുവരെയും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.